ഹായ് എല്ലാവർക്കും ഋഷ്മി ലോക്സിൻ്റെ പുതിയൊരു സ്വാഗതം. 2025 മോഡൽ XUV3XL MX3 Pro വേരിയൻ്റാണ്. 3XL മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് ഈ MX3 Pro വേരിയൻ്റാണ്. ഈ വേരിയൻ്റ് എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 3XL MX3 Pro വേരിയൻ്റിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 3XL ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് ആൻഡ് ഫിനിഷ് തരുന്ന ഒരു എക്സ്റ്റീരിയറാണ് ശരിക്കും 3XL ഉള്ളത്. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് LED ഹെഡ്ലൈറ്റുകളാണ്. ഹൈ ബീമും ലോ ബീമിനകത്ത് കാണാം. അതുകൊണ്ട് നമുക്ക് C ഷേപ്പിലുള്ള LED DRLs കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് മുകളിലത്തെ പോർഷൻ. താഴത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലൈറ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. നമുക്ക് ഷോർമെൻ്റ് ആക്സസ് റെഡി ചെയ്യാം. ഫ്രണ്ടിൽ നമുക്ക് സിൽവർ കളർ സ്കിപ്പ് ലൈറ്റ് പുറത്ത് വന്നിരിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. 201 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ക്രോം സ്ലോട്ട് കാര്യങ്ങൾ കാണാം. ഇനി കീന് സ്റ്റാർട്ട് ചെയ്യാം. കീന് നമുക്ക് ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഫുള്ളി ഫങ്ഷൻ ആയിട്ടുള്ള 2 കീ ആണ്. ലോക്ക് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ കീ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 205/60/16 സൈസ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഇത് അലവീൽ പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണെന്ന് നമുക്ക് മഹീന്ദ്രയുടെ ലോഗോ കാണാം. മിറേഴ്സിൽ LED ടേൺ ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൻ്റെ ഒരു ലുക്ക്. വശങ്ങളിൽ ചുറ്റും ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോണത് കാണാം. അത് സെവിഷ് ലുക്ക് തരാനായിട്ട് സാധിക്കും. ക്ലിയർ സെൻറ്റർ ആംഗിൾ തന്നെ അകത്ത് ഉൾപ്പെടുത്തിയിട്ട് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റേസ് ആംഗിൾ തന്നെ വരുന്നില്ല. സിംഗിൾ ബെൻ സൺ റൂഫ് കാണാം. ബാക്കിൽ നോർമൽ ആൻറ്റിനയാണ് കൊടുത്തിരുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടികളുടെ ബാക്കിൻ്റെ ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക് വശമാണ്. മറ്റു ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോയിലർ വേണ്ടിയില്ല. സ്പോയിലർ നമുക്ക് ഷോറൂമിൻ്റെ ആക്സസ് റെഡി ചെയ്യാം. ഹൈ മൗണ്ടൻ സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വൈപ്പറോ വാഷോ ഡിഫോഗറും തന്നെ വരുന്നില്ല. ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കാണാം. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാം. ഇതിൻ്റെ താഴത്തെ പോർഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. റിവേഴ്സ് ലൈറ്റ് കാണാം. താഴെ റിഫ്ലക്റ്റേഴ്സ് കാണാം. ചുറ്റും സിൽവർ ഫിനിഷ് കാണാം. 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്ക്വയർ ഷേപ്പിലെ വലിയ ബൂട്ടുകളാണ്. വേറെ ബൂട്ടിൽ പോയത് പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ സെയിം സൈസായിട്ടുള്ള സ്പെയർ വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ് കൊടുത്തിരിക്കുന്നു. 60/40 സ്പ്ലിറ്റ് ഓപ്ഷൻ കാണാം. ഇനി ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കില്ല സെൻറ്റർ കാര്യങ്ങളും തന്നെ വരുന്നില്ല. ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ കളറാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ ടോൺ കളർ കാണാനായിട്ട് പറ്റും. സോഫ്റ്റ് ടച്ച് ഒന്നുമല്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. 4 പൗണ്ടർ കൺട്രോളും ഡ്രൈവർ സൈഡിൽ വിൻഡോ 1 ടച്ച് അപ്പ് എന്ന ഓപ്ഷൻസ് വന്നിട്ട് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് ക്രോമൻ സെറ്റാണ്. സ്പീക്കർ ബിൽ കൊടുത്തിരിക്കപ്പെടായിട്ടാണ്. ബോട്ടിൽ ലോഡേഴ്സ് കാണാം. നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ സീറ്റ് അഡ്ജസ്റ്റ് ആണ് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റോട് സീറ്റുകളാണുള്ളത്. ഇത് മാനുവൽ വരുന്നാൽ 3 പെടകൾ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാനൊക്കെ താഴോട്ട് കൊടുത്തിരിക്കുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യണത് ഈ വശത്തേക്ക് നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടും ട്രാക്ഷൻ കൺട്രോൾ കാണാം. ഹെഡ് ലൈറ്റ് രാവിലെ ചുറ്റാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിൽ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫുൾ ഡുവൽ ടോൺ കളറാണ് ഈ വാഹനത്തിന് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ അൺബ്ലേസർ അപ്ഡേറ്റ് നോർമൽ സ്റ്റിയറിംഗ് ആണ്. ഇടവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും പലവശത്ത് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇടവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും പലവശത്ത് ഹെഡ് ലൈറ്റ് കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ് ലൈറ്റിൻ്റെ ഓപ്ഷൻസും തന്നെ വരുന്നില്ല. ഇത് ഇൻസ്റ്റമോളസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനലോഗായിട്ടൊരു ഇൻസ്റ്റമോളസ്റ്റിൻ്റെ ആണ്. സ്പീഡോമീറ്ററും ആർപിമീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫെയർ ഡിസ്റ്റൻസ് ടു MT ഒക്കെ അറിയാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നു നമുക്ക് 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ കാണാം. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാപ്പിലെ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫോർമേറ്റീവ് റെസ്പോൺസ് കൂടി സ്വിച്ചാണ്. ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ വരുന്നില്ല. പാർക്കിംഗ് സെൻസേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൽ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. താഴത്ത് നമുക്ക് ഹാസറായിട്ടൊരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇൻസ്റ്റമോസ്റ്റർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻസ് കാണാം. പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AC യൂണിറ്റ് നമുക്ക് മാനുവൽ AC കൺട്രോൾസ് ആണുള്ളത്. നമുക്ക് 12 വോൾട്ടേജ് ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. Type-C ചാർജിംഗ് പോർട്ട് കാണാം. USB കണക്ടർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. വയർലെസ് ചാർജിംഗ് പാഡ് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാനുവൽ ഗിയർ ലെവർ കാണാം. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആം റെസ്റ്റ് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ട ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റോട് സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 എയർ ബാഗ്സ് 999 ബാജിങ് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡ് സൺവൈസേഴ്സ്
വിത്ത് മിറർ ആണുള്ളത്. ലൈറ്റ് കാര്യങ്ങൾ തന്നെ വരുന്നില്ല. മാനുവൽ ഡിമ്മിങ്ങൾ IR ആണ്. സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റുകളെല്ലാം ഹാലജനായിട്ടാണ്. ഡ്രൈവർ സൈഡിൽ സംബന്ധിച്ച് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ സിംഗിൾ ബീൻ സൺ റൂഫ് കാണാം. ഒരു കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ ഇന്ത്യയിൽ. ഗ്ലോ ബോക്സിലേക്ക് കൊണ്ടുവന്നാൽ അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആകുന്നത്. കൂൾ ഫീച്ചറോടായിട്ട് ആകുന്നത് തന്നെ വരുന്നില്ല. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വരെ തുറക്കുന്ന ഡോറുകളാണ്. കയറി ഇറങ്ങാനൊക്കെ എളുപ്പമാണ്. ഡോർ പടെല്ലാം ഡുവൽ കളർ കൊടുത്തിരിക്കുന്നു. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പൗണ്ടർ കൺട്രോളാണ്. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ബില്ല് കൊടുത്തി സെൻട്രലായിട്ടാണ്. ബോട്ടിൽ ഓർഡേഴ്സ് കാണാം. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൈപ്പ് C ചാർജിങ് പോർട്ട് കാണാം. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ് കൊടുത്തിരിക്കുന്നു. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാണാം. ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അകത്തേക്ക് കയറിയിരുന്നാൽ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ള ലെഗും അനിയറും കാണാം. നമ്മൾ സീറ്റ് പോക്കറ്റ്സ് കാണാം. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ ലിവറിൻ്റെ പോളിമേഗേഴ്സോ 10 cm ഹെഡ്റൂം ബാലൻസ് ആണ്. സൺറൂഫ് ഉള്ളതുകൊണ്ട് ഹെഡ്റൂമിൻ്റെ ഇഷ്യൂസ് ഒന്നും ഇതുവരെ വരുന്നില്ല. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 ആൾക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ടോപ്പിലായിട്ട് റീഡിംഗ് ലൈറ്റ് കാണാം. ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡ് അകത്ത് ഹുക്ക് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3X കൊണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പ് 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ 3X. ബേസ് ചെയ്യുന്നത് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡ് ആയിട്ട് വരുന്നുണ്ട്. ABS CBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അത് പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് XV3X നിങ്ങൾക്ക് എഞ്ചിനും ഗിയർ ബോക്സിലേക്ക് കൊണ്ടുവന്ന റൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 3 സിലിണ്ടറും 4 സിലിണ്ടറും പെട്രോളും ഡീസലും പെട്രോളും വരുന്നുണ്ട്. നമുക്ക് ഈ 3X നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് പറ്റും. ഓർഡർ പ്രൈസിലേക്ക് വന്നാൽ ബേസ് ചെയ്യുന്നത് നമുക്ക് ഏകദേശം 12,71,000 രൂപയാണ്. MX2 Pro വരുന്നത് നമുക്ക് ഏകദേശം 13,51,000 രൂപയാണ്. MX3 Pro വേരിലേക്ക് വന്നു കഴിഞ്ഞാൽ 13,57,000 രൂപയാണ് അതിൻ്റെ പ്രൈസ്. MX3 ഓട്ടോമാറ്റിക്കലി കൊണ്ടാൽ ഏകദേശം 14,51,000 രൂപയാണ്. ഇതെല്ലാം നമുക്ക് ഓൺ റോഡ് പ്രൈസിൽ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത അപ്ഡേറ്റ് കാണാറുണ്ട്. ബൈ ബൈ.